ഹലോ മുത്തുമണികളെ. അങ്ങനെ തിരയൊഴിഞ്ഞ കടൽ തീരം പോലെ ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് നമ്മുടെ 19കാരി പ്രസവിച്ച കുഞ്ഞ് അമ്മ തൊട്ടിലെത്തി. ഈ അമ്മ തൊട്ടിലെത്തി എന്നുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. അവിടെ തന്നെ കിടന്ന ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ ഒക്കെ കടിച്ച് അത് ആ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷവും കുറേ അമ്മമാരുടെ സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറന്നുപോയ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതായത് എൻ്റെ രണ്ടാമത്തെ മോൻ കിഡ്നി രോഗബാധിതനായിരുന്നു. കുഞ്ഞ് പ്രസവിക്കുമ്പോൾ തന്നെ കൊച്ച് 2 കിഡ്നിയിലും ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ 1.5 വയസ്സ് 6 മാസമായി ആയപ്പോൾ 6 മാസവും അല്ല, ഒരു 5.5 മാസമൊക്കെ ആയ സമയത്ത് ഇവൻ്റെ ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണേ. ഈ കുഞ്ഞു കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് അവനെ ഡിസ്ചാർജ് ആക്കുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് പിന്നെ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, അടുത്ത റൂമിൽ അമ്മത്തൊട്ടിലുള്ള 2 കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്, വയ്യാതെ 2 കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ മോനെയും എടുത്തും കൊണ്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ആ കുട്ടികളെ ഇങ്ങനെ കമിഴ്ത്തി കിടത്തിയിരിക്കുകയാണ്. ഒരു കുട്ടി നേരെ കിടക്കുന്നുണ്ട്, ആ ആയയുടെ തോളിൽ കിടക്കുന്നുണ്ട്. ഒരു കുട്ടി കമിഴ്ന്ന് കിടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് ആ കുട്ടിയെ നോക്കുന്ന ഒരായ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച്, കുട്ടി പിന്നെ എന്തേ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നത്, നമ്മളാണെങ്കിൽ കൊച്ചു കുട്ടികളെ നമ്മൾ കമിഴ്ത്തി കിടത്തൂല്ലല്ലോ. അപ്പോൾ കൊച്ചിനെ എന്തേ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നത്, അത് പിന്നെ ഇങ്ങനെ പൊടിപ്പാലാണ് കുടിക്കുന്നത്. ഈ പൊടിപ്പാൽ കുടിച്ചിട്ട് നിവർന്ന് കിടക്കുമ്പോൾ അത് ഛർദ്ദിക്കാതിരിക്കാനും, അത് കമിഴ്ന്നാണ് കിടക്കുന്നതെങ്കിൽ അത്രയ്ക്ക് അതിന് വിശപ്പറിയില്ല. അപ്പം അതുകൊണ്ടാണ് അതിനെ അങ്ങനെ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ വിശപ്പറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അത് കുറേ നേരം ഉറങ്ങും, കമിഴ്ത്തി കിടത്തിയാൽ കുറേ നേരം ഉറങ്ങും. പക്ഷേ ആ കിടപ്പെന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് സഹിക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഈ പ്രസവിച്ച അമ്മമാർ പ്രസവിക്കണമെന്നുമില്ല, എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ ചെറുപ്രായം മുതലേ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ കുഞ്ഞ് പൊടിപ്പാലാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര, നമുക്കറിയാം അമ്മ തൊട്ടിലുള്ള കുട്ടികൾക്ക് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് ഞങ്ങളിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, ഈ കുട്ടികളിനെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ കുട്ടി വലുതായി അവളെ കല്യാണമായ സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതായത് ഈ മറ്റേ ശ്രീകണ്ഠൻ നായർ ഷോ പോലത്തെ ഒരു ഷോയിൽ ആ കുട്ടി പറയുന്നുണ്ട്, എന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ അവരെനിക്ക് കഞ്ഞിവെള്ളമാണ് തരുന്നത്, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത്രയും കുട്ടികൾക്ക് അവിടെ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ ചാരിറ്റി സംഘടനകളൊക്കെയാണ് അവിടെ ആ ഫുഡ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെന്ന് പറയുന്നത്, കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അതിനുള്ള ഒരു സാമ്പത്തികം അതിൻ്റെ അകത്ത് കിട്ടണം. അപ്പം അന്ന് ആ ഒരു സാമ്പത്തികം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളമാണ് തരുന്നത് എന്ന് ആ കൊച്ചു പറയുന്ന ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്ന്. അപ്പോൾ ആ കുട്ടീനെ അങ്ങനെ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നത് കണ്ടപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച്, ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ? എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ അതൊരു പെൺകുഞ്ഞായിരുന്നു കേട്ടോ, നല്ല ഓമനത്വമുള്ള, നല്ല ഭംഗിയുള്ള നല്ലൊരു കുഞ്ഞ്. നമുക്കിപ്പോൾ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര, ഏതൊരമ്മയ്ക്കും ഉള്ളിൽ ഭയങ്കര സ്നേഹം തോന്നുമല്ലോ. അപ്പോൾ ആ കുഞ്ഞ് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ? അത് മുലപ്പാൽ കുടിച്ചിട്ടില്ലല്ലോ, ഒരു തവണയെങ്കിലും അത് പാല് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞ്, വേണ്ടടാ,
വേണ്ട, അവരുടെ റൂൾസിനെതിരായിരിക്കാം ചിലപ്പോൾ അത്. എന്നിട്ട് ആ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ ആ ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇന്ന് നിങ്ങൾ മുലപ്പാൽ കൊടുക്കും, ഈ മുലപ്പാൽ കുടിക്കുന്ന പ്രായമായ കുഞ്ഞാണത്, അത് മുലപ്പാൽ കുടിച്ചിട്ട് നാളെ ഞങ്ങൾ ഈ പാല് കൊടുക്കുമ്പോൾ അത് കുടിക്കൂല, മുലപ്പാലിന് വേണ്ടിയിട്ട് അന്വേഷിക്കും, അന്നേരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾ ഇന്ന് മുലപ്പാൽ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് പോവും എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ ഇന്ന് ഈ കുഞ്ഞിനെ കണ്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്നു. സത്യം പറഞ്ഞാൽ ആ കുട്ടി ഇപ്പം എൻ്റെ മോൻ്റെ പ്രായമായിട്ടുണ്ടാവും. എൻ്റെ മോന് വന്ന് 5.5 വയസ്സാണ്, ആ കുട്ടിക്കും വന്ന് 3-4 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചായിരുന്നു. എനിക്കൊന്നും ഞാൻ ചോദിച്ച ആ കുഞ്ഞ് ഇന്ന് എവിടെയോ എൻ്റെ മോൻ്റെ പ്രായത്തിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അതുപോലെ എല്ലാ മക്കളും ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും വേണ്ടാതാകുന്ന മക്കളുണ്ടല്ലോ, അത് ആരുടെയെങ്കിലുമൊക്കെ കൈകളിലെത്തി സുരക്ഷിതമായിട്ട് അവർ വളരാൻ വേണ്ടിയിട്ട് പിന്നെ ഭാഗ്യം ഉണ്ടാവട്ടെ. നമ്മളെ നെടുമങ്ങാടുണ്ടായ ആ ഒരു കുഞ്ഞിന് വന്ന ആ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും അവരുടെ മെൻ്റൽ സ്ട്രെങ്തും അവരുടെ ആരോഗ്യവും എല്ലാം സംരക്ഷിക്കുന്ന തരത്തിൽ അവരുടെ മാതാപിതാക്കളായിക്കോട്ടെ, അവരുടെ ചുറ്റുപാടുകളായിക്കോട്ടെ, ആ കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കാനും ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ആ കുട്ടികൾ വളർന്നു വരാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ആ മോള് ഇന്ന് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, പക്ഷെ അതൊരിക്കലും അറിയില്ല ഞാൻ ആ കുഞ്ഞിനെ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ കുഞ്ഞ് ചിലപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് വഴിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഇങ്ങനെ ഓടി വന്ന്, എവിടെയായിരുന്നാലും മക്കള് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് അമ്മൂമ്മേരെ കയ്യിൽ ഏൽപ്പിച്ച ഒരു കുട്ടി, അതും സന്തോഷത്തോടു കൂടി വളരട്ടെ, നല്ല ആരോഗ്യമുള്ള നല്ല മോളായിട്ട് അതും വളരട്ടെ. ഓക്കെ.